ഏപ്രിൽ 22-ന് തൃശൂർ ചെങ്ങാലൂരിലെ സ്വകാര്യ വെളിച്ചെണ്ണ കമ്പനിക്ക് മുന്നിൽ നിന്ന് സംശയാസ്പദമായി കണ്ടെത്തിയ വെളിച്ചെണ്ണ കയറ്റിവന്ന ടാങ്കർ ലോറി നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ മിനറൽ ഓയിലും പാമോയിലും ഈ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തി. തൃശൂരിലെയും കൊച്ചിയിലെയും ചില വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്കുള്ളതാണ് ഇതെന്നും വ്യക്തമായി. എന്നാൽ ഇത് ശാസ്ത്രീയമായി നശിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ പിഴയടപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് തിരിച്ചയക്കുവാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നീക്കം. നാട്ടുകാരുടെ പരാതിയുണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദമായ റിപ്പോർട്ട് നൽകാത്തതിനാൽ കേസെടുക്കാനാകില്ലെന്നാണ് പുതുക്കാട് പോലീസിന്റെ വിശദീകരണം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തിരിച്ചു പോയാൽ വീണ്ടും വേറെ വണ്ടിക്കാർ വന്നുകൂടാന്നില്ല. തിരിച്ചു പോകല വേണ്ടത്. ഈ സാധനം ശരിക്കും നശിപ്പിച്ച് കളയേണ്ടത്. നശിപ്പിച്ച് കളഞ്ഞിട്ട് വണ്ടി തിരിച്ചു വിടണം. അതാ വേണ്ടത്. അതാണ് ശരിയായ ഞങ്ങളുടെ തീരുമാനം. വെളിച്ചെണ്ണയ്ക്ക് വാണിജ്യ നികുതി ഇളവുള്ളതിനാൽ ചെക്ക് പോസ്റ്റുകളിൽ ഒരു പരിശോധനയുമില്ല. ഭക്ഷ്യ എണ്ണ എന്ന പേരിൽ എത്ര ലോഡ് വ്യാജ വെളിച്ചെണ്ണ കേരളത്തിലേക്ക് എത്തുന്നു എന്നതിനും കണക്കില്ല. ചുരുക്കത്തിൽ നിയമത്തിന്റെ പഴുതുകളും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പരിശോധനാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും വ്യാജ വെളിച്ചെണ്ണ വിതരണക്കാർക്ക് സഹായകമാവുകയാണ്. മീഡിയ 1 തൃശൂർ.